എക്സാം ഹാളിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്നിവിടെ ഓണപരീക്ഷയാണ്. കഴിഞ്ഞ തവണ നമുക്ക് ആനുവൽ എക്സാം ആണ് നടന്നിരുന്നത്. ആ ആനുവൽ എക്സാമിന്റെ ടോപ്പർ ഞാനായിരുന്നു. അത് ഞങ്ങൾ ഇത്തവണ തിരിച്ചു വാങ്ങാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ഞാനും നല്ല പ്രിപ്പറേഷൻസ് എടുത്തിട്ടാണ് അതുകൊണ്ട് പഠിപ്പിന്റെ ലുക്കിലാണ്. അതെ, കറക്റ്റ് പഠിപ്പിച്ചില്ല. രണ്ട് സൈഡിലും മുടിയൊക്കെ കെട്ടി വന്നത്. അവരൊക്കെ എക്സാം ഹാളിൽ ഭയങ്കര ട്രെൻഡി ആയിട്ട് ഇരിക്കുകയാണ് ഗൈസ്. ഞാൻ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് മുടിയൊക്കെ മുടി കെട്ടിയ കാര്യമില്ല, പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റണം. മുടി കെട്ടുന്നതിലൊന്നും ഒരു എല്ലാ തവണയും ഒരാളെ ടോപ്പർ ആയിക്കോളൊന്നും ഇല്ല. എല്ലാ തവണയും ഒരാളെന്നെ ടോപ്പർ ആവണല്ലോ. ഇത്തവണ ഞാൻ ടോപ്പർ ആവും. ഞാൻ ചിലപ്പോൾ ടോപ്പർ ആവും. അപ്പൊ ഗൈസ് നമുക്ക് ടോട്ടൽ ഇന്ന് 4 സബ്ജക്റ്റ് ആണുള്ളത്. ഓണപരീക്ഷ ഭയങ്കര ബ്രില്യന്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസം 4 സബ്ജക്ട് എഴുതാനുണ്ടാവും. അപ്പൊ ഇതിൽ ഓരോ സബ്ജക്റ്റിനും 25 മാർക്ക് വീതമാണ് സല്ലു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. ഇത്തവണ സല്ലു കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ക്വസ്റ്റ്യൻസ് ഇടുന്നത് കണ്ടിരുന്ന്. അത് സംഭവം എന്തൊക്കെയാ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ബാലരമ, ബാലഭൂമി അങ്ങനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഏകദേശം ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ എക്സാം എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഓണപരീക്ഷയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് പാഠങ്ങൾ കുറവായില്ലേ. അപ്പൊ അതുകൊണ്ട് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിലുള്ള. അപ്പൊ നമ്മുടെ എക്സാമിന്റെ റൂൾസും മാർക്സും ഒക്കെ എങ്ങനെയാന്നുള്ളത് നമ്മുടെ സാറ് നമുക്ക് പറഞ്ഞു. സാർ തുടങ്ങിക്കോളും, ഞങ്ങൾ റെഡിയാണ്. ഈ എക്സാം നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ്. 100 മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അതായത് 4 സബ്ജക്റ്റ് ആയിട്ട് 100 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. ഓരോ സബ്ജക്റ്റിനും 25 മാർക്ക് വീതം. ഫസ്റ്റ് എക്സാം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ തരും. ഇത് മെമ്മറി എക്സാം ആണ്. നിങ്ങൾക്ക് ഞാൻ കഥ തരും. നിങ്ങൾക്ക് ഒറ്റ തവണ മാത്രമേ കഥ വായിക്കാൻ ഞാൻ തരുള്ളൂ. ആദ്യം നിങ്ങൾ വായിച്ചതിന് ശേഷം ആ കഥ ഞാൻ തിരിച്ചു വായിക്കും. അതായത് നമ്മൾ ഫസ്റ്റത്തെ വരെ ആലോചിച്ച് നോക്കുമ്പോ അടുത്ത വായിക്കുമ്പോ ഫുൾ മാർക്ക്. നമ്മൾ ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വിചാരിക്കും, പക്ഷെ അതായിരിക്കും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ആ കഥനെ ബേസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരും. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. അഥവാ നിങ്ങൾ ആൻസർ ചെയ്തത് തെറ്റിപ്പോയാൽ നിങ്ങൾക്കൊരു മൈനസ് പോയിന്റ് ഉണ്ടാവും. ഓരോരോ ഒരു മാർക്ക് മൈനസ് പോയിന്റ് ആയിരിക്കും. അത് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് വെറും 2 മിനിറ്റ് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഒരു 3 മിനിറ്റ് എന്തെങ്കിലും ആക്കി തരണം. കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറവായിരുന്നു ടൈം. അല്ല, ക്വസ്റ്റ്യൻസും കുറവായിരിക്കും. ആദ്യത്തെ എക്സാം അപ്പൊ മെമ്മറി ചാലഞ്ച് പോലത്തെ മെമ്മറി എക്സാം. അപ്പൊ രണ്ടാമത്തെ എക്സാം നിങ്ങൾ സ്പെല്ലിംഗ് കറക്റ്റ് നിങ്ങൾക്കൊരു പാരഗ്രാഫ് ഞാൻ തരും. ആ പാരഗ്രാഫിൽ 12 മിസ്റ്റേക്സ് ഉണ്ടാവും. 12 സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവും. അതിൽ 10 ഉണ്ടെങ്കിലും നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ നിങ്ങൾക്ക് 25 പോയിന്റ് കിട്ടും. ഓരോ ശരിയുത്തരത്തിനും 2.5 മാർക്ക് വീതം. അല്ല, അപ്പൊ തെറ്റിയാല് ഒരു മൈനസ് പോയിന്റ് ഉണ്ടാവും. ഒരു മാർക്ക് മൈനസ് ആയിരിക്കും. ഒരു മാർക്കല്ലല്ലോ, ഓരോന്നിനും ഓരോരോ എത്രയോ മാർക്ക് വീതമല്ല കുറയ്ക്കുക. അതെ, ഒരു തെറ്റുത്തരത്തിന് ഒരു മൈനസ് മാർക്ക്. അഥവാ നിങ്ങൾ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ തെറ്റുത്തരം ഇത് നിങ്ങൾക്ക് തീർക്കാൻ വെറും 3 മിനിറ്റ് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ എക്സാമും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് ആണ്. ഞാനൊരു പിക്ചർ തരും. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ആ പിക്ചർ തീർക്കുക. കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളിപ്പോ പകുതി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12.5 മാർക്ക് ആയിരിക്കും. നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 മാർക്ക്. എനിക്ക് കുറച്ച് ടഫ് ആയിട്ട് ഞാൻ സ്പീഡിൽ അങ്ങോട്ട് വരച്ചെടുക്കാൻ പറ്റില്ല. അതിന് 5 മിനിറ്റ് തന്നെ. 5 മിനിറ്റ്. ലാസ്റ്റ് എക്സാം നിങ്ങളുടെ റൈറ്റിംഗ് സ്പീഡ് നോക്കുന്ന എക്സാം ആണ്. നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് വരും. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, കുറച്ച് വലിയ പാരഗ്രാഫ് ആണ്. പക്ഷേ എന്താ കുത്തും കോമയും പിന്നെന്താണ് ഒന്നും വിടാൻ പറ്റില്ല. ക്യാപിറ്റൽ ലെറ്റർ വിടാൻ പറ്റില്ല, ഒന്നും വിടാൻ പറ്റില്ല. 5 മിനിറ്റിനുള്ളിൽ ആരാണോ കൂടുതൽ എഴുതി തീരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫുൾ എഴുതി തീർക്കുകയാണെങ്കിൽ 25 മാർക്ക് കിട്ടും. 100 ആർക്കും കിട്ടും. നമ്മുടെ എക്സാം. അപ്പൊ നമ്മൾ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്കെയിലൊക്കെ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ മാർജിനൊക്കെ വെച്ച് വെക്കണം. നമുക്ക് ഇങ്ങനെ വരച്ചു. ഇതെവിടെ കുട്ടിക്ക് മാർജിൻ വേണം. റോൾ നമ്പർ ഇല്ല അല്ലേ? റോൾ നമ്പർ പേര് മാത്രം മതി. എന്റെ പണ്ടത്തെ റോൾ നമ്പർ എത്രയായിരുന്നു അറിയോ? 12 ഒരു ക്ലാസ്സില്. പിന്നെ 30 എത്രയോ ആയി. ഞാൻ 34. എനിക്ക് 14. അല്ല, അത് അപ്പൊ അതല്ലാതെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോ ഓള് 14 ഞാൻ 34 ആയിരുന്നു. അതെനിക്ക് ഓർമ്മ. എക്സാം പേപ്പറിൽ പേര് എഴുതാ ഗൈസ്.
2 പെന്നുണ്ട്, ഒന്ന് സാധാ പെന്നുണ്ട്, ഒന്ന് ജെൽ പെന്നും ഉണ്ട്. ഏത് ഉപയോഗിച്ചൂടെ? അത്യാസന നിലയിലേക്ക് ഇങ്ങോട്ട് തിരിച്ച് എഴുതാൻ ഭാഷ തീർന്നാ വേണ്ടിയിട്ട്. പിന്നെ എക്സാം എഴുതാൻ പറ്റൂലല്ലോ. അതിനോട് 2 പെന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഷാമിയാന്ന് എഴുതട്ടെ. അയ്യോ തെറ്റി. ഷാമിയ സി MC അതാണ് ഇനീഷ്യൽ. ക്യാപിറ്റൽ ആയിട്ട് എഴുതാം. അങ്ങനെ എഴുതണം. അതൊക്കെ സെല്ല് നോക്കുവോ സാർ? അതൊന്നും നോക്കുന്നില്ല. അപ്പൊ ഞങ്ങളെ കൂടെ തന്നെ നിങ്ങളും ബുക്കും പെന്നും എടുത്തിരിക്കുക. ഞങ്ങൾ കൂടെ തന്നെ അപ്പൊ നിങ്ങൾക്ക് എക്സാം എഴുതാം. എന്നിട്ട് എല്ലാരും നിങ്ങളെ മാർക്ക് കമന്റ് ചെയ്യുക. എനിക്ക് പെണ്ണ് മാറ്റി തരണം. ഈ പെണ്ണ് എനിക്ക് ഇഷ്ടമല്ല. അത് വേറെ പരിപാടിയില്ല. അതെടുത്ത് എഴുത്. ജെൽ പെൻ എടുത്താ അത് ജെൽ പെന്നല്ലേ, അതുകൊണ്ടോ? അതൊന്നും പറ്റില്ല കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. നല്ല കളർഫുൾ ആണല്ലോ. ഇപ്പൊ തുറക്കാൻ പാടില്ല. ഞാൻ കണ്ട് എന്തോ കളർഫുൾ ആയിട്ടുള്ളതാ, ചിത്രമൊക്കെ ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഇത് കഥയാണ്. ഒറ്റ തവണ വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തുറക്കരുത്. വായിച്ചില്ല, തുറന്നില്ല. തുറക്കട്ടെ, സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റ തവണ മാത്രമേ വായിക്കാൻ പറ്റൂ. 3, 2, 1 അഞ്ചി വായിച്ചോ. മുത്തശ്ശിയും കാക്കമ്മയും. ചെറിയൊരു വീട്ടിൽ ഒറ്റയ്ക്കാണ് അമ്മാള് മുത്തശ്ശി താമസിക്കുന്നത്. ഇത് വലിയ കഥയാ. പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കലാണ് മുത്തശ്ശിയുടെ വേല. അതിരാവിലെ എഴുന്നേറ്റ് മുത്തശ്ശി പലഹാരം ഉണ്ടാക്കും. അതെല്ലാം ഒരു കുട്ടയിലാക്കി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. അരിയും പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ച് ഉച്ചയോടെ വീട്ടിലെത്തും. അന്ന് ചന്തയില്ലാത്ത ദിവസമായിരുന്നു. നെയ്യപ്പം വിൽക്കാൻ മുത്തശ്ശി അടുത്തുള്ള വീട്ടിലേക്കാണ് പോയത്. അപ്പോഴതാ വഴിയരികിലെ മരക്കൊമ്പിൽ ഒരു കാക്ക ഇരിക്കുന്നു. കാക്ക നെയ്യപ്പം കൊത്തി കൊണ്ടുപോകുമോ? മുത്തശ്ശിക്ക് വേവലാതിയായി. പക്ഷേ കാക്കമ്മ മുത്തശ്ശിയെ നോക്കി ഇങ്ങനെ പറഞ്ഞു: കുട്ടയിൽ നിറയെ നെയ്യപ്പം, കൊതിയൂറുന്നൊരു നെയ്യപ്പം, കൊതിയൂറുന്നൊരു നല്ലപ്പം, കിട്ടിയാൽ കൊള്ളാം എനിക്കിപ്പം, കനിവോടൊരെണ്ണം നൽകണം. പിന്നെന്താ, തരാമല്ലോ കാക്കമ്മേ. മുത്തശ്ശി ഒരു നെയ്യപ്പം എടുത്ത് കാക്കയ്ക്ക് കൊടുത്തു. കാക്കമ്മ സന്തോഷത്തോടെ നെയ്യപ്പം കൊത്തി തിന്നു. അന്ന് നല്ല മഴയായിരുന്നു. അതിനാൽ മുത്തശ്ശിക്ക് എല്ലാ വീടുകളിലും പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നെയ്യപ്പം എല്ലാം വിറ്റു തീർന്നില്ല. 4-5 എണ്ണം ബാക്കിയായി. സാരമില്ല, എല്ലാ ദിവസവും ഒരേപോലെ ആവില്ലല്ലോ. അങ്ങനെ സമാധാനിച്ച് മുത്തശ്ശി നടന്നു. വീടെത്താറായപ്പോൾ നേരത്തെ കണ്ട കാക്ക അവിടെ തന്നെ ഇരിക്കുന്നു. കാക്കമ്മ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ? മുത്തശ്ശിക്ക് ആകാംക്ഷയായി. അപ്പോ കാക്ക പറഞ്ഞു: ഇന്നേ വരെയും തിന്നിട്ടില്ല ഇതുപോൽ രസികൻ നെയ്യപ്പം. എന്നും ഒരെണ്ണം എന്നാൽ കഴിവത് ഞാൻ നൽകാം. കുട്ടയിൽ ബാക്കിയുണ്ടായിരുന്ന നെയ്യപ്പങ്ങൾ കാക്കയ്ക്ക് കൊടുത്തിട്ട് അമ്മാള് മുത്തശ്ശി പറഞ്ഞു: ഇതെല്ലാം കാക്കമ്മ എടുത്തോ, നിന്റെ കുട്ടികൾക്കും കൊടുക്ക്. കാക്കയ്ക്ക് ഏറെ സന്തോഷമായി. മരച്ചുവട്ടിൽ വെച്ചിരുന്ന ഒരു കെട്ട് ചുള്ളിക്കമ്പുകൾ ചൂണ്ടിക്കാണിച്ച് കാക്കമ്മ പറഞ്ഞു: അത് മുത്തശ്ശിക്ക് അടുപ്പ് കത്തിക്കാൻ ഞാൻ കൊണ്ടുവന്നതാ. അമ്മാളും മുത്തശ്ശിക്കും സന്തോഷമായി. അങ്ങനെ 2 പേരും നല്ല കൂട്ടായി. എനിക്കൊരു സാധനം ഓർമ്മയില്ല, ഞാൻ ഉറക്കം വായിക്കേണ്ടില്ലേ എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര മിനിറ്റ് ആയിരുന്നു സാറേ ഉണ്ടായിരുന്നത്? 2 മിനിറ്റ് മാത്രം സമയം ഉണ്ടാവും. 3 മിനിറ്റ് താ സാർ. ടൈമർ വെച്ചിട്ടല്ലേ ഇത് തുറക്കാൻ പാടുള്ളൂ? ഇപ്പൊ തുറക്കാൻ പാടില്ല. ഓക്കെ, ഓക്കെ, റെഡി സ്റ്റാർട്ട്. എനിക്കറിയില്ല. കോമഡി ക്വസ്റ്റ്യൻ. അയ്യോ, എനിക്ക് മറന്ന്. മറന്ന്. എനിക്കൊരു സാധനം ഓർമ്മയില്ല കേട്ടോ. ഞാൻ എഴുതിയിട്ടില്ല സാറേ, ഇങ്ങോട്ട് വരണ്ട. എനിക്ക് ഈ സാറുമാര് വന്ന് നോക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെ എക്സാം എഴുതോ? ഞാൻ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. 1 മിനിറ്റ് 20 സെക്കൻഡ് ബാക്കി. ഒറ്റ മിനിറ്റ് ബാക്കി കേട്ടോ. കിട്ടുന്നില്ല ഗൈസ്. എനിക്ക് എന്തൊക്കെ ഞാൻ എന്തൊക്കെ എഴുതിച്ചിട്ടുണ്ട്. എന്തൊക്കെ എഴുതി വെച്ചാൽ മൈനസ് മാർക്ക് ഉണ്ടാവും കേട്ടോ. അയ്യോ, 38 സെക്കൻഡ് ബാക്കി. ഇതിലേക്ക് കുറച്ചൊന്നും കൺഫ്യൂഷൻ ഉണ്ട്. ബാക്കിയുള്ള കിട്ടും. ഞാൻ തെറ്റെഴുതിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു സാധനം കിട്ടുന്നില്ല. 24 സെക്കൻഡ് വായിക്കുമ്പോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടായി. സാറേ ഞാനിതൊന്ന് എഴുതട്ടെ. 15 14 ലാസ്റ്റ് 10 സെക്കൻഡ് കൂടെ. അപ്പൊ എക്സാം ആൻസർ തെറ്റ് ചെയ്താൽ മാർക്ക് കുറയൂലേ? എന്താ ഞാൻ എഴുതാത്തല്ലേ? ഞാനും 4 ഞാൻ നിർത്തി. 1 ഞാൻ എപ്പോഴോ നിർത്തി. എനിക്കൊരു സാധനം കിട്ടുന്നില്ല. പെട്ടെന്ന് നോക്ക് കാരണം ഞങ്ങൾക്കൊന്ന് ശ്വാസം നേരെ വീടുണ്ട്. ഈ ഓണ പരീക്ഷയ്ക്കൊന്നും ഇങ്ങനെ
വെക്കാൻ പാടില്ല എന്ന് എന്റെ ഒരു അഭിപ്രായം. ഫസ്റ്റ് എക്സാമിന്റെ മാർക്ക് അറിയാം. ഇത് കറക്റ്റ് ആണോ നോക്കിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കഥയിൽ പറഞ്ഞിട്ടുള്ള മുത്തശ്ശിയുടെ പേരെന്താണ്? അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആരെ കണ്ടപ്പോഴാണ് മുത്തശ്ശിക്ക് വേവലാതിയായത്? അത് correct ആണ്. അത് ശരിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മുത്തശ്ശി അരിയും പച്ചക്കറിയും വാങ്ങിച്ച ശേഷം എപ്പോഴാണ് വീട്ടിലെത്താറുള്ളത്? അല്ലാത്തൊരു ചോദ്യം. എത്താറുള്ളത് അല്ല ഏകദേശം ന്യായമായിട്ടൊരു മാർക്ക് പോകും. അതിപ്പോ പറയില്ല, ലാസ്റ്റ് പറഞ്ഞു. നാലാമത്തത്, നെയ്യപ്പം വിൽക്കാൻ മുത്തശ്ശി എങ്ങോട്ടാണ് പോയത്? ഞാൻ ഇത് കറക്റ്റ് ആയിരുന്നു. അല്ല കറക്റ്റ് അല്ല, നീ വെട്ടിയതല്ലേ? വെട്ടിയതാണ്. അതിനോട് മൈനസ് ഇല്ലാണ്ട്. കവിത രണ്ടെണ്ണം തരരുത്. കുട്ടയിൽ നേറിയ നെയ്യപ്പം ഡാഷ് നല്ലപ്പം. അത് ഇതന്നെയാണോ? കവിത ഒന്ന് കറക്റ്റായി. കിട്ടിയാൽ കൊള്ളാം എനിക്കിപ്പം ഡാഷ് നൽകിയോ? അത് കറക്റ്റാ. ഞാൻ 2 പ്രാവശ്യം വായിച്ചു. പിന്നെ ആറാമത്തെ എന്തോ, അയ്യോ നെയ്യപ്പം വിറ്റ ശേഷം എത്ര നെയ്യപ്പമാണ് ബാക്കിയായത്? അതില് ഈ ആൻസർ ഉണ്ട്. അപ്പൊ കറക്റ്റ്. 2 കവിത ഒന്നും തരരുത് കേട്ടോ. ഇന്ന് വരെയും കവിതല്ല, ഇന്ന് വരെയും നിന്നിട്ടില്ല ഇതുപോലെ ഡാഷ് നെയ്യപ്പം. അത് ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ അതിന്റെ ബിയും തെറ്റാ. നീ തെറ്റോ? ഇതില് ഓരോ ശരിയുത്തരത്തിനും 3 മാർക്കാണ്. പക്ഷെ 5ാമത്തേനും 7ാമത്തേനും 5 മാർക്ക് വീതമാണ്. എയും ബി ഉള്ളതിനെ കൊണ്ട് എയും ബിയും ശരിയാക്കാണ് 5 മാർക്ക് കിട്ടും. എ മാത്രം ശരിയാക്കാണ് 2.5 മാർക്ക് കിട്ടും. അങ്ങനെ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ശരിയുത്തരം ആയതുകൊണ്ട് അതിന് 3 മാർക്ക്, കാക്കമ്മക്ക് 3 മാർക്ക്, -1. പിന്നെ ഇതിന് 2 ശരിയായതുകൊണ്ട് 5 മാർക്ക്. ഇതും ശരിയായതുകൊണ്ട് അതിന് 3 മാർക്ക്. 3 മാർക്ക്. ഇതിന് -1. അപ്പൊ ടോട്ടല് 3, 6, 11, 11, 3, 14. 2 മൈനസ് വരുമ്പോ 12 മാർക്കാണ് ടോട്ടൽ. 12 കിട്ടി. 25-ല് 12 മാർക്ക് കിട്ടി. ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് ടെൻഷൻ ആവുന്നു. ഞാൻ അത്ര പോലും ഒന്നും എഴുതിയിട്ടില്ല. ഓണപരീക്ഷയല്ലേ, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇത് കിട്ടിയതിന് ഇവർക്ക് ഇപ്പോഴും ദേഷ്യമുണ്ട്. ഞാൻ ടോപ്പറായിരുന്നു. അപ്പൊ ഫസ്റ്റ് കഥയിൽ പറഞ്ഞിട്ടുള്ള മുത്തശ്ശിയുടെ പേര് ശരി. താങ്ക് യു. രണ്ടാമത്തും ശരി. തെറ്റ്. അത് ഏത് സമയത്താ മുത്തശ്ശി? ശരിയും തെറ്റ്. കറക്റ്റ് അല്ലേ? നെയ്യപ്പം വിൽക്കാൻ മുത്തശ്ശി എങ്ങോട്ടാണ് പോയത്? അല്ല. ഓ മറന്ന്, ഞാൻ വിചാരിച്ചതാണ്. ഇത് ശരിയാണ്. ഇതെന്താ വായിക്കാം? സുമനസാല. അത് എഴുതി അതെവിടെ നീട്ടി എനിക്ക്? ഞാനത് എഴുതിയിട്ടേ ഇല്ല. വെട്ടോ മാത്രല്ല -1 വരും അവിടെ. മോനിലും കൂടുതൽ മൈനസ് ആണല്ലോ ഞാൻ. എന്തൊരു കഷ്ടാണ് സാർ. പണിഷ്മെന്റ് ഉണ്ടോ? ഇമ്പോസിഷൻ. ഇത് കറക്റ്റാ? ഇത് കറക്റ്റ് അല്ലേ? ഇത് തെറ്റാണ്. പിന്നെ മൈനസ്. ഇത് ശരിയാണ്. ഇത് കറക്റ്റ് അല്ല. അല്ല. സാർ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആൻസർ ഞാൻ ലാസ്റ്റ് പറഞ്ഞതാ. ഇതൊരു കഷ്ടാണ്. ഈ മാർക്ക് കൂട്ടിയിടും. തെറ്റ് മാർക്കാണല്ലോ. മാർക്ക് ഉണ്ടോ നോക്കട്ടെ. -1. -1. ഹായ്. ഇത് അതിന് 2.5 അല്ലേ? 2.5. -1. പഠിപ്പ് മിണ്ടാതെ ഇരുന്നോ? 2 അത് മുടി കെട്ടി വന്നിരിക്കുക. അപ്പൊ 2.5, 5, 5, 3, 8, 3, 11, 10, 9, 8, 7. 7 മാർക്ക്. 25-ല് 7 മാർക്ക്. നിങ്ങൾ കഴിഞ്ഞ തവണത്തേലും മോശമാണല്ലോ പഠിപ്പ്. അത് സാർ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ചെറിയതായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ഇത് വലിയ കഥയാണ്, ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. 2 മിനിറ്റ് അല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് സാറിന്റെ അടുത്ത് തെറ്റുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്തായാലും നല്ലോണം വായിക്കേണ്ടത് നോക്കിയിട്ട്. അത് ശരിയാണ്. പക്ഷെ ഞാൻ ഉറക്കം വായിച്ചോണ്ട് എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഉറക്കം വായിക്കൂല. നിങ്ങൾ ആരെങ്കിലും വായിച്ചാൽ ബാക്കിയുള്ളവര് വായിക്കുക. സാറിൻ്റെത് നോക്കോ? എത്ര മാർക്ക്? 7. നിങ്ങൾ എവിടെ കണ്ടിട്ടോ സാറിന്റെ കളിയാക്കുന്നത്? ഇവിടുത്തെ സാറ് ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുന്നത്. സാറാവില്ല. എന്നാ സാർ ഇതൊന്ന് റെഡിയാക്കി തരും. ഇത് ശരിയാണ്. ഇത് മൊത്തം ഒന്നും എഴുതിയില്ലല്ലോ അഞ്ജു? ഇല്ല എഴുതിയിട്ടില്ല. സോറി സാർ. ഞാൻ പഠിച്ചിട്ടൊക്കെ വെറുതെ. ഇത് 3, 4, 5 എക്സാമിന് തൊട്ട് മുന്നേ ആണോ സാറ് പഠിപ്പിക്കുന്നത്? അതാ ഞാൻ പറയുന്നത്. എക്സാമിന് തൊട്ട് മുന്നേ ഒക്കെ തന്നിട്ടുള്ളത്. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ മൈനസ് വരാതിരിക്കാൻ ഞാൻ 3, 4, 5 എഴുതിയില്ല. ഇത് ഓക്കെ. എഴുതിയതൊക്കെ ശരിയാന്ന് തോന്നുന്നു അല്ലേ? എഴുതിയതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു. ഇത് ശരി. ഇങ്ങനല്ല, A, B എന്ന് എഴുതണമായിരുന്നു.
ആ ഇത് ശരിയാണ്. സാറ് കുറെ സമയം തന്നിട്ടുണ്ടല്ലോ എ ബി എന്നൊക്കെ എഴുതാൻ. അപ്പൊ ഇതിന് 5 മാർക്ക്. 3 5 3 8 3 11. എനിക്ക് എഴുതാതിരുന്നാ 14 മാർക്ക് കഴിച്ചിരിക്കും. 14. അയ്യോ ആ 14 മൈനസ് വന്നിട്ടില്ല. അതുകൊണ്ടാ സ്ഥിര സ്വഭാവം കാണിക്കരുത്. എനിക്ക് അറിയില്ല പിന്നെ സത്യമായിട്ടും ഗൈസ് ഞാനിത് മൈനസ് വരാത്തോണ്ട് അതെ ഒരു മൈനസ്. തെറ്റുത്തരം എഴുതുന്നത് നിങ്ങൾക്ക് മൈനസ്. അതാ സംഭവം. എനിക്ക് വെറുതെ എഴുതണ്ടില്ലേനും ഉറപ്പുണ്ട് എഴുതിയാ മതി. അതിന്റെ കറക്റ്റ് ഉത്തരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ സാറ്. കഥയിൽ പറഞ്ഞിട്ടുള്ള മുത്തശ്ശീന്റെ പേര് അമ്മാളും അത് കറക്റ്റ്. ആരെ കണ്ടപ്പോഴാണ് മുത്തശ്ശിക്ക് വേവലാതി ആയത്? അതും കറക്റ്റ്. മുത്തശ്ശി അരിയും പച്ചക്കറിയും വാങ്ങിച്ച ശേഷം എപ്പോഴാ വീട്ടിലെത്താ? ഉച്ചയ്ക്ക്. ഉച്ചക്കല്ല, കുറച്ച് വൈകുന്നേരം അത് ശരിയല്ലേ? ശരിയല്ല. 2 മിനിറ്റിനുള്ളിൽ എങ്ങനെയാ സാർ ഇങ്ങനെ കാലിക്കാൻ പറ്റുക? പിന്നെ നെയ്യപ്പം വിൽക്കാൻ മുത്തശ്ശി എങ്ങോട്ടാ പോയത്? വീടുകളിലേക്ക്. അയ്യോ ഞാൻ എഴുതാണെന്ന് വിചാരിച്ചത്. സാധാരണ ചന്തയിൽ പോയിട്ടാണ് വിൽക്കാറ്. ചന്ത ലീവ് വരുന്നല്ലോ. അത് ആലോചിച്ചില്ല ഞാൻ അങ്ങാടിയിൽ എഴുതിച്ചിട്ട് വെട്ടി അല്ലേ, അത് മൈനസ് പോകും. ഇനി 5ാമത്തെ കുട്ടയിൽ നിറയെ നെയ്യപ്പം ഡാഷ് നല്ലപ്പം. കൊതിയൂറുന്ന അത് ഞാൻ എഴുതിയിട്ടില്ല. അയ്യോ, correct. കിട്ടിയാൽ കൊള്ളാം എനിക്കിപ്പം ഡാഷ് നൽകണം. എന്താണ്? കനിവോട് ഒരെണ്ണം നൽകിയത്. ഓ കനീവ്, അതാണ് ഞാൻ സോമാന. ഞാൻ ആ സാധനം ഞാൻ പിന്നെ പോയി വായിച്ച ആ കവിത മാത്രം നമ്മളിവിടെ വായിച്ചോണ്ടിരിക്കുമ്പോ അത് ഞാൻ വിട്ടു. കാരണം ഇത് വരുന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു. ഈ 6ാമത്തെ നെയ്യപ്പം വിറ്റ ശേഷം എത്ര നെയ്യപ്പമാണ് ബാക്കിയത്? 4-5. ഞാൻ നാളെ 5-6 എഴുതാൻ പോയതായിരുന്നു. പിന്നെ ഞാൻ കറക്റ്റ് 4-5. ഞാൻ 5 എഴുതി, അതിൽ 5 ഉള്ളതുകൊണ്ട് എനിക്ക് മാർക്ക് കിട്ടി. ഇനി ഇന്ന് വരെയും തിന്നിട്ടില്ല ഇതുപോൽ രസികൻ നെയ്യപ്പം. ഞാൻ നല്ലൊരു അർത്ഥം തന്നെയല്ലേ. എന്നും ഡാഷ് തന്നെന്നാൽ എന്നാൽ കഴിവത് നൽകാം. ഒരെണ്ണം അത് ഞാൻ കറക്റ്റ് എഴുതി. ഞാൻ ഒന്നും എഴുതി ഇതുപോൽ ഓക്കെ. 7 മാർക്കണം, കുഴപ്പമില്ല. നമുക്ക് അടുത്ത എക്സാമിൽ പഠിക്കാം. എനിക്ക് 12 മാർക്ക്. എനിക്ക് 14. എനിക്ക് കിട്ടുന്നു തോന്നില്ല. ട്രോഫി എന്നെ മുന്നേ എടുക്കാൻ പാടില്ല കുട്ടി. ഞാൻ പറഞ്ഞല്ലേ. അങ്ങനെ കഴിച്ച് നമ്മളിത് 2ാമത്തെ എക്സാമിലേക്ക് കടക്കാണ്. ഫസ്റ്റത്തെ 5 കൊണ്ടായി ഓളോട് ഓഫർ. അപ്പൊ ഇതിനെങ്കിലും നമുക്ക് പിടിക്കാൻ നോക്കണം, എന്നാലും മൊത്തത്തിൽ മാർക്ക് കിട്ടും. പേപ്പർ സ്പെല്ലിംഗ് അല്ലേ? ഉള്ളത് എനിക്ക് താല്പര്യം. സാറിന്റെ പെണ്ണുണ്ട് ഇവിടെ. ഓ ഇപ്പോഴും വന്നിട്ട് അവിടെ മാർക്ക് ഇടണ്ടല്ലേ പഠിച്ചിട്ട് കിട്ടാൻ സാർ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? അതന്നെ എത്ര കഷ്ടപ്പെട്ടാ പഠിച്ചെടുത്ത്. സാർ എനിക്കൊരു മിണ്ടാതിരിക്കോ? എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുന്നത്. സാർ എത്ര തെറ്റായിരുന്നു ഇതിലുള്ളത്? 12 തെറ്റുണ്ടാവും. 10 ആണെങ്കിൽ ശരിയാക്കിയ ഫുൾ സ്കോർ ചെയ്യും. 1 2 3 നമ്പർ ഇട്ടിട്ട് 10 ശരിയാക്കി. തിരിക്കരുത്. ഓ സോറി, എനിക്കറിയില്ല. ഞാൻ അറിയില്ല, ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ഇങ്ങനെയാണ് ഓരോ എക്സാമിന് മാർക്ക് വാങ്ങിക്കുന്നത്. നേരത്തെ ഞാൻ തൊട്ടിട്ടില്ല, പോയാട്ടോ. 3 മിനിറ്റ് സമയമുള്ളൂ കേട്ടോ. 3 മിനിറ്റ് സമയം കൂടുതലാ സാർ. ഈ വളക്കൊണ്ട് 3 2 1 സ്റ്റാർട്ട്. സിൻഡ്രല്ലന്റെ കഥയാണ്. ഇതിലൂടെ തെറ്റ്. അതെ ഞാനും നോക്കുന്നേ. 2 മിനിറ്റ് 45 സെക്കൻഡ് ബാക്കി. അയ്യോ ഇതിന് തെറ്റില്ലേ? കഴിഞ്ഞ തവണത്തെ പോലെയല്ല, നല്ല ടഫാണ്. നല്ല ടഫാണ് ഇത്, ഭയങ്കര ലെങ്തിയാണ്. എഴുതാൻ തുടങ്ങി. ഞാൻ വെറുതെ നമ്പർ ഇട്ടേക്കുക. കിട്ടി. ഒരു മിനിറ്റ് 50 സെക്കൻഡ് ബാക്കി. 1 മിനിറ്റോ? 1 മിനിറ്റ് 50 സെക്കൻഡ്. ഇത് തെറ്റൊക്കെ എന്തെങ്കിലും ഉള്ളിൽ കൊണ്ട് വെച്ചൊക്കെയാണ്. നിങ്ങക്ക് തവണ കിട്ടി. പറഞ്ഞില്ല. 1.5 മിനിറ്റ് ബാക്കി. ഞാനിതില് പൊട്ടും തോന്നുന്നു. അയ്യോ 1 മിനിറ്റ് 10 സെക്കൻഡ് ബാക്കി. ഞാൻ ഇത്ര എഴുതി ഗൈസ്. വഴിയിൽ 10 എങ്ങാനും മിസ്റ്റേക്ക് ഉണ്ട്. ഇതില് ശരിക്കും 12 തന്നെ ഉണ്ട് തെറ്റ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഗൈസ് എനിക്ക് ഇതിൽ 9 കിട്ടിയുള്ളൂ. 10ാമത്തെ എനിക്ക് കിട്ടിയില്ല. 15 14 10 7 ഇതിൽ 9 ഉള്ളൂ.
അതാ ഞാൻ എവിടെയെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ അതുകൂടെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഇതിലേക്ക് 6 കിട്ടിയിട്ടുണ്ട്. എനിക്ക് 7 എണ്ണം കിട്ടിയുള്ളൂ. ശരിയാവും. ഞാൻ 8 എണ്ണോ? 7, 8, 9, 12 എണ്ണൊന്നുമില്ല സാറേ ഇതില്. സാറിന് എന്തോ മിസ്റ്റേക്ക് പറ്റിയോ? അത് എഴുതിയതിന് നെഗറ്റീവ് വരുമോ നോക്കട്ടെ. എത്ര എണ്ണം എഴുതി? 1, 2, ഞാൻ അതുകൂടെ 7 എണ്ണം എഴുതിയിട്ടുള്ളൂ. 6, 7 എണ്ണം. ആ 9 9 എഴുതിയിരിക്കുകയാണ് ഇവിടെ. ഡയലോഗ്. ഇത് ശരിയാണ്. ആ ശരിയാണ്. ശരി. ഓടാ. ഇത് ശരിയല്ലേ? ഇത് ശരി. പാർട്ടി. മൈനസ്. ഓ ഇത് തെറ്റാൻ പോയിരുന്നല്ലേ. അത് ചെറുതായി എനിക്കെന്നെ കൺഫ്യൂഷൻ ആയി. പിന്നെ ഞാൻ നേരെ കേട്ടു. വെട്ടിയത് നന്നായി. 7 ശരിയാക്കി. അപ്പൊ 2.5 മാർക്ക് വീതാണ് ഓരോന്നിനും കേട്ടോ. 2.5 ഇന്ത്യയില് മൈനസ് ഒന്ന് വീഴാഞ്ഞ മതിയിരുന്നു. 17.5 മാർക്കാണ് കേട്ടോ കിട്ടിയത്. 25 17. നല്ല മാർക്കാണ്. നല്ല മാർക്കാ. ഇനി സാർ അടുത്തത് ഇന്റത്. ഇവളെത്ര എഴുതിയത്? ഞാൻ 9 എണ്ണം. ബാക്കിയുള്ള കിട്ടിയില്ല കേട്ടോ. മൈനസ് വീണില്ലെങ്കിൽ ഷാമിക്ക് കൂടുതൽ ഇതിലേക്ക് കാണിച്ചു തരണം 10ാമത്തെ എവിടെയാണുള്ളത്. അതെ അത് കാണിച്ചു. ഫസ്റ്റത്തെ ഇതാ. ആ ശരിയാണ്. 2. രണ്ടാമത്തെ ശരിയാണ്. നമ്പർ. ശരി 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 ശരി. ശരികള് വീഴുന്നതാണ്. 9 എണ്ണം ശരിയല്ലേ. 22.5 മാർക്ക്. ഞാൻ സ്കോർ ചെയ്തിരിക്കുകയാണ്. സാർ അടുത്ത ഇനി ഉണ്ടത് സാറിന്റെ നമ്പർ ശരിയാണ്. അല്ലേ? മിഡ് നൈറ്റ് ശരിയാണ്. പ്രിറ്റിയസ്റ്റ് ശരിയാണ്. കിങ്ഡം ശരിയാണ്. ഫ്യൂരിയസ് ശരിയാണ്. പാർട്ടി പ്രിൻസ്. ഞാൻ എഴുതി 8 എണ്ണം ശരിയാണ്. ഓ 9 എണ്ണല്ല 8 എണ്ണം. ഞാൻ ഫസ്റ്റത്തെ അതെനിക്ക് ഡൗട്ട് ആയതുകൊണ്ട് ഞാൻ വിട്ടു. സാറിന്റെ ടോപ്പർ അങ്ങനെ വരാറില്ലല്ലോ. 20 മാർക്ക്. 25 20. ഇനി സാറൊന്ന് പറഞ്ഞതിൽ ബാക്കിയുള്ള എന്തൊക്കെ ഇതില് ബാക്കിയുള്ള തെറ്റ് എവിടെ ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ കാണണം. ഒന്ന് മാർക്ക് ചെയ്തേ. ഞാൻ പറഞ്ഞതാ. ഓരോന്നായിട്ട് പറഞ്ഞതാ. സിസ്റ്റർ അല്ല വരിക, സിസ്റ്റേഴ്സ് എന്നാ വരിക. ഇവിടെ ഒരു എസിന്റെ കുറവുണ്ട്. നോക്കിയിട്ടില്ല. ഒരു തരത്തിൽ ഗ്രാമർ അല്ലേ? അതെ. ഇവിടെ സിൻഡ്രലാന്ന് എഴുതിയ. ആക്ച്വലി സിൻഡ്രലാണ് സ്പെല്ലിംഗ്. രണ്ടാമത്തെ പാരഗ്രാഫില് ഇതില്ല അതില്. ഇതിലൊരു ഇ മിസ്സിംഗ് ആണ് ഇവിടെ. രണ്ടാമത്തെ പാരഗ്രാഫിലെ സെന്ററിലെ ഉണ്ട്. ഇതൊരു മിസ്റ്റേക്ക്. പിന്നെ പിന്നെ എവിടെ? പിന്നെ മിഡ് നൈറ്റ്. അത് ഞാൻ കറക്റ്റ് ആയി. ടോട്ടൽ എത്രയായി? 5 എണ്ണം. 5. പിന്നെ കിങ്ഡത്തിന്റെ അത് ഞാൻ കറക്റ്റ് ആക്കി. ഫ്യൂരിയസ്, പാർട്ടി. പിന്നെ ഇവിടെ പ്രിൻസ്. ഇപ്പൊ എത്ര എണ്ണായി? അവിടെ ഗസ്റ്റ് ഉണ്ട്. അതിട്ടാണ് 10. ഇനി 2 എണ്ണം കിട്ടാനുണ്ട്. ലാസ്റ്റ് റിമെമ്പർ. അപ്പൊ 12 എണ്ണം ആയില്ലേ. സ്റ്റെപ്പ് സിസ്റ്റേഴ്സിന് എസ് കുറവാണ്. അത് ഗ്രാമർ ആയിട്ട് വരും കേട്ടോ. അല്ല മൊത്തത്തില് തെറ്റ്. സിൻഡ്രലിന്റെ തെറ്റാണ്. വോണ്ട്, റിമെമ്പർ, ഡെയർ, മിഡ് നൈറ്റ്, പ്രിറ്റിയസ്റ്റ്, കിങ്ഡം, ഫ്യൂരിയസ്, പാർട്ടി, പിന്നെ ഗസ്റ്റും പ്രിൻസും. അപ്പൊ 12 ഭയങ്കര ടഫാണ്. പിന്നെയാണ് ഞങ്ങൾ നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത് വരട്ടത് ഞങ്ങൾക്ക്. അങ്ങനെ ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് ഷാമിയാണ്. അപ്പൊ ഇതില് 25-ല് 17 എനിക്ക് കിട്ടി. എനിക്ക് ഇതിൽ 25-ല് 22.5 കിട്ടി. എനിക്ക് ഇതില് 25-ല് 20 കിട്ടി. ടോട്ടല് എനിക്കിപ്പോ എന്താണ് ഫസ്റ്റ് റൗണ്ടില് 12. പിന്നെ ഇതില് 29.5. അപ്പൊ ഫസ്റ്റ് റൗണ്ടിലേക്ക് 7, ഇതിൽ 22.5, അപ്പൊ 29.5. ഒരേ സെയിം. എനിക്ക് ഫസ്റ്റ് റൗണ്ടില് 14, സെക്കൻഡ് റൗണ്ടിൽ 20, 34. ആ 4 മാർക്ക് അടുത്ത റൗണ്ടിൽ പിടിക്കണം. ഡ്രോയിങ് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ കയ്യിൽ നിന്ന് പോയത് ഡ്രോയിങ് ആണ്. അഞ്ചി എക്സാം നോക്കാം. അടുത്ത റൗണ്ട് പഠിപ്പിരിക്കുന്ന അവിടെ 2 സൈഡിലും വിട്ട് കേട്ടിട്ട് അങ്ങനെ പറയില്ല. എന്തായാലും വലിയ കുഴപ്പമില്ല. തൊട്ട് പുറകിൽ തന്നെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായി സാർ വന്നിരിക്കുകയാണ്. എനിക്ക് ആകെ കൂടെ മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാണ്. ഏത് ഡ്രോയിങ്ങോ? എനിക്ക് നല്ല സ്പീഡിൽ വരയ്ക്കാൻ പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊട്ടിയത് ഇതിലാണ്. നോക്കട്ടെ. 3, 2, 1 go. പ്ലെയിൻ ഉണ്ട്, മേഘുണ്ട്, കിളികളുണ്ട്, സൂര്യൻ. ഈ കുഞ്ഞു പുല്ലുകൾ മിസ്സായ വരെ മാർക്ക് പോകുന്ന പരിപാടിയാണ്. ഇതില് ഗൈസ് ഒരു പ്ലെയിൻ ഉണ്ട്,
2 പറവകളുണ്ട്, 2 മേഘങ്ങളുണ്ട്, സൂര്യന് മറ്റേ എന്താ ആ കവിളില് ബ്ലഷ് ഒക്കെ ഉണ്ട്. ബ്ലഷ് ഉണ്ട്, പിന്നെ ഒരു മല പോലെ ഉണ്ട്, താഴെ കോഴിയുണ്ട്, താഴെ കോഴിയുണ്ട്, പൂവുണ്ട്, പൂമ്പാറ്റുണ്ട്, ഇല ഉണ്ട്, പുല്ലുകളുണ്ട്. ഇത് മുഴുവൻ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 മാർക്ക് കിട്ടും. എത്ര മിനിറ്റ് കൊണ്ടായിരുന്നു? 5 മിനിറ്റ് സമയമുണ്ട്. ഓക്കെ. എനിക്ക് പേടിയാണ്. ഓക്കെ 3, 2, കഴിഞ്ഞോ? 3, 2, 1, start. ഇത് കുറച്ച് പണിയാണ്. ആദ്യം ഇത് വരച്ചാവും. ഈ പ്ലെയിന് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, ഇതിന്റെ ഷേപ്പ് കിട്ടണില്ലെങ്കിൽ. ഞാനിവിടെ പൂക്കൾ വെച്ചിട്ടാട്ടോ തുടങ്ങുന്നത്. 4.5 മിനിറ്റ് ബാക്കി കേട്ടോ. എന്താ സമയം എത്ര പെട്ടെന്ന് പോണത്. പ്ലെയിൻ വരയ്ക്കാതാ നല്ലത്. ഇതാണ് പേജ് പോരാ, അത്ര പേജ് പോരാ ഇതിന്. അയ്യോ എന്റെ പ്ലെയിൻ എന്തോ പോലെ പോയി. റബ്ബർ എവിടെ? ഇതിൽ പ്ലെയിൻ വരയ്ക്കാനുള്ള സ്ഥലം കിട്ടണില്ല. അത് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കണോ? അതേ വലുപ്പമുള്ള പേപ്പറാണ് ഈ കാണുന്നത്. എന്തൊരു കഷ്ടാണിത്. പ്ലെയിൻ എന്തോ ഒരു ഇതായി പോയി. എന്റെ പ്ലെയിൻ ചതുരം പോലെ പോയി ഗൈസ്. ഡ്രോയിങ്ങിനെങ്കിലും സ്കോർ ചെയ്യാന്ന് വിചാരിച്ച ഞാൻ അതും പൊട്ടി. പക്ഷേ 3.5 മിനിറ്റ് ബാക്കി. ഞാനിവിടെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ട് പൂമ്പാറ്റേനൊന്നും ഞാൻ വരച്ചില്ല. മേഘം വരയ്ക്കട്ടെ. ഇതെന്താണ് ഈ വരച്ചത്? എന്ത്? അത് പ്ലെയിൻ ആണ്. അതൊന്നും കണ്ടാ സാറിന് മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ ഇവിടെ മേഘം വരച്ചോണ്ട് ഷാമി മിണ്ടാതിരുന്ന് വരയ്ക്കുക. ഷാമി ഭയങ്കര കോൺസെൻട്രേഷനിൽ ഇരിക്കുമെന്ന് തോന്നുന്നു. ഈ പ്രാവിനൊക്കെ ഞാൻ എങ്ങനെ വരയ്ക്കാന്? പ്രാവാനത് തന്ന സമയം കുറച്ച് കൂടി പോയെന്ന ഡൗട്ട് ഉണ്ട്. തന്ന സമയം കുറഞ്ഞു പറ്റുള്ളൂ, കൂടിയിട്ടില്ല. ഒരു മിനിറ്റ് 22 സെക്കൻഡ് ബാക്കി. ഈ ഏരിയ കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. പ്രാവാണ് വിഷയം. പ്രാവ്. സെക്കൻഡോടെ ബാക്കി. 30 സെക്കൻഡ് ഒന്നത് കഴിഞ്ഞില്ല കഴിച്ച്. ഞാൻ അത്ര നന്നായിട്ടല്ല കഴിച്ചു. ഞാൻ ഒരുവിധം വരച്ചു കഴിഞ്ഞത് എന്താ എന്തൊക്കെ മിസ്സായി. എന്തൊക്കെ മിസ്സിംഗ് ഉണ്ട്. നിന്റെ നമ്പർ ആരാ താഴട്ടെ? ഞാനല്ല. ഞാൻ ആ പരിസരത്തേക്ക് വന്നില്ല. വൃത്തിയിൽ വരയ്ക്കണേ. പറ്റുന്ന എത്ര വൃത്തിയിലേ വരച്ചിട്ടുണ്ട്. 10, 9, 8, 5, 4, 3, 2, 1. കഴിഞ്ഞു. കഴിഞ്ഞ ഗൈസ് കഴിഞ്ഞു. എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ വരച്ചിട്ട് എന്റെ ഒരു വൃത്തിയില്ല കാണാനും. പക്ഷെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാനും കംപ്ലീറ്റ് ചെയ്ത്. ഞാനും കംപ്ലീറ്റ് ചെയ്ത്. വൃത്തിയില്ല എനിക്കറിയില്ല ഗൈസ്. വൃത്തിയില്ലെന്ന് എനിക്കറിയണ്ട. പക്ഷെ ഞാൻ എല്ലാം വരച്ചിട്ടുണ്ട്. അത് നല്ല വൃത്തി. ഇങ്ങനെയാണ് കേസുള്ളത്. അത് നല്ല ഇതും തമ്മിൽ നല്ല സാമ്യമില്ലേ? ഞാൻ പുല്ല് എണ്ണീറ്റാണ് വരച്ചത്. പുല്ലടക്കം എണ്ണീറ്റ് വരച്ചിട്ടുണ്ട്. ആ പ്ലെയിന് നല്ല രസമുണ്ട് കേട്ടോ. അത് രസമുണ്ട്. നന്നായിട്ടുണ്ടോ? അത് വൃത്തിയുണ്ട് കേട്ടോ. എന്റെ അപേക്ഷിച്ച് നോക്കുമ്പോ നല്ല വൃത്തിയുണ്ട്. എന്റെ ഞാൻ എന്തൊക്കെ വരച്ചിട്ടോ. എനിക്ക് എന്നെ നാണം വരുന്നത്. അയ്യേ വൃത്തിയില്ല. അത് വൃത്തിയില്ല. അതിന് മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ സാറിന് ഞാൻ ഒന്നും പറയുന്നത്. എനിക്ക് കിട്ടിയ ഡയമണ്ട് ഞാൻ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. 2 മേഘമുണ്ട്, 2 പ്രാവുണ്ട്, സൂര്യനുണ്ട്. പ്ലെയിന് ഞാൻ കറക്റ്റാക്കി വരച്ചിട്ടുണ്ട്. ഒരു ചിറക് വിട്ടുപോയി. പിന്നെ എന്താണ് അതിന്റെ സൈഡിലുള്ള ഇല ഉണ്ട്, പൂവുണ്ട്. ഇലയിൽ 2 ഇല കൂടി പോയി. വേറെ പ്രശ്നമൊന്നുമില്ല. പൂവുണ്ട്, പൂവിന് 2-3 ഇതള് കുറഞ്ഞു പോയിട്ടുണ്ട്. ബാക്കി ഞാനൊക്കെ കറക്റ്റാക്കിയിട്ടുണ്ട്. ആ പൂമ്പാറ്റുണ്ട്, കോഴിയുണ്ട്, മറ്റേ സൈഡിൽ പൂവുണ്ട്, 12 പുല്ലുണ്ട്. ഇനി അടുത്തത് ഇന്റത് ഗൈസ്. ഞാനത് പ്ലെയിൻ വരച്ചിട്ടുണ്ട്, 2 പ്രാവിനെ വരച്ചിട്ടുണ്ട്, 2 മേഘം വരച്ചിട്ടുണ്ട്, സൂര്യൻ ഉദിച്ചിരുന്നുള്ളൂ തോന്നുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നം അതിലുണ്ട്. പിന്നെ ഞാൻ ആ ഒരു സൈഡിലുള്ളത് ഈ ഇലല്ലേ അത് വരച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ള പൂ വരച്ചിട്ടുണ്ട്. ആ പൂവിന് 2 ഇല വരയ്ക്കാൻ മറന്നു പോയിട്ടുണ്ട്. 12 പുല്ല് വരച്ച്, പിന്നെ ബട്ടർഫ്ലൈ വരച്ച്, കോഴീനെ വരച്ച്, പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള പൂവിനെ വരച്ച്,
പിന്നെ ഇതിലെന്താ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇനി ഇന്റേതാണ് ഗൈസ്. ഞാൻ ഇതില് ഒരു സാധനം പോലും വിടാതെ വരച്ചിട്ടുണ്ട്. പക്ഷെ വൃത്തി എന്ന് പറയുന്നത് ഏഴേലത്ത് കൂടെ പോവാത്തത് കൊണ്ട് അതിന്റെ ഒരു പ്രശ്നം ഇതിനുണ്ട്. ബാക്കി എന്താ പറയാ, ഇലകളും പൂക്കളും പൂമ്പാറ്റിയും കോഴിയും പിന്നെ പ്ലെയിനിന് കറക്റ്റ് ജനല് വരച്ചിട്ടുണ്ട്, പ്രാവിനെ വരച്ചിട്ടുണ്ട്, മേഘം വരച്ചിട്ടുണ്ട്, സൂര്യനെ വരച്ചിട്ടുണ്ട്. ഇതിലൊന്നുപോലെ ഞാൻ വിട്ടിട്ടില്ല. ബാക്കിയൊക്കെ ഇനി ഇതില് ടഫ് ആയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ മാർക്ക് തരണം. മാർക്ക് തരണം. മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും മിക്കവാറും. ഇതില് ഗൈസ് ഞങ്ങൾ കമ്പാരിറ്റീവ്ലി ഇഷ്ടപ്പെട്ടത് ശ്രീൻ്റെതാണ്. ഈ ഒരു പ്ലെയിൻ ഒരു ചിറകില്ലാന്നുള്ളൂ. ബാക്കി പിന്നെ ഇവിടെ 2 ഇല കൂടിപ്പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ കാണാൻ കുറച്ചും കൂടെ ഒരു വൃത്തിയും ഭംഗിയുള്ളത് ശ്രീൻ്റെതാണ്. പ്ലെയിനിന്റെ ചിറകില്ലാത്തതുകൊണ്ട് അതിന് 2 മാർക്ക് കുറയ്ക്കും, കാരണം മെയിൻ ആയിട്ടുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണ്, ഇല കൂടി പോയി, ഇവിടെ ഇതളുകൾ കുറഞ്ഞു പോയി, അതിനുള്ള 1 മാർക്ക് കുറയ്ക്കും. 1 മാർക്ക് കുറയ്ക്കാം. പിന്നെ എന്റേത് ശ്രീന്റെ അത്ര ഞാൻ നല്ല ഭംഗിയിലല്ല വരച്ചത്, ഒരു കട്ടില്ലാത്ത രീതിയിലാണ് ഹൈലൈറ്റഡ് ആവുന്നില്ല വരച്ചതൊന്നും. പിന്നെ ഇവിടെ 2 ഇല കുറവുണ്ട്, ബാക്കിയൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു വൃത്തിക്കുറവുണ്ട്, ഒരു ഫിനിഷിംഗ് കുറവുണ്ട്. ഓക്കെ, അപ്പൊ അതിന് മാർക്ക് ഇടും. അപ്പം ശ്രീക്ക് 22 മാർക്ക്, ഷാമിക്ക് 21 മാർക്ക്. ഓക്കെ, 5ന്റേത് കുറച്ച് അധികം വൃത്തിക്കുറവുള്ളതുകൊണ്ട്. പിന്നെ വിമാനം 5ന്റെ നേരെയാണ് പോകുന്നത്. അതെ, വിമാനം ലാൻഡ് ടേക്ക് ആ ഒരു ഗ്യാപ്പ് ഞാൻ കൊടുത്തില്ല. അപ്പത്തെ വിമാനം വരച്ചു വെച്ച്. പിന്നെ ഓവറോൾ വരച്ചിൽ ചെറിയൊരു വൃത്തിക്കുറവുണ്ട്. ബാക്കിയുള്ള എല്ലാം ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് പെർഫെക്റ്റ് ആണ്, പക്ഷെ ഇവിടേക്ക് ഭയങ്കര ക്ലംസി ആയിപ്പോയി. പിന്നെ വിമാനം നേരെയാണ് പറക്കുന്നത്, അതുകൊണ്ട് ആ പിക്ചറിന്റെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് 5ന് 18 മാർക്ക്. ശ്രീക്ക് 22, ഷാമിക്ക് 21 മാർക്ക്, 5ന് 18 മാർക്ക്. ഡ്രോയിങ്ങിൽ സ്കോർ ചെയ്ത്. അപ്പൊ എനിക്ക് ഈ റൗണ്ടില് 21 ആണ് കിട്ടിയത്. 22, എനിക്ക് 18. അപ്പൊ ടോട്ടല് നേരത്തെ എനിക്ക് 29 ആയിരുന്നു. അതിലിപ്പോ 22 കൂടെ കിട്ടിയപ്പം എനിക്ക് 29 അല്ലേ നേരത്തെ, ഇപ്പൊ 21. എനിക്ക് 51. എനിക്ക് 52. അനക്കോ അനക്ക് 50 നമ്മള് തമ്മിൽ ഈ ഓണം തമ്മിൽ 1 മാർക്കിന്റെ വ്യത്യാസം, നമ്മള് തമ്മിൽ 1.5 മാർക്കിന്റെ വ്യത്യാസം, ഞങ്ങള് തമ്മിൽ നല്ല പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത എക്സാമിലേക്ക് കടക്കാം. അടുത്ത എക്സാമിൽ ആരാണ് കൂടുതൽ സ്കോർ ചെയ്യാൻ നമുക്ക് നോക്കാം. നിർണായകമായിട്ടുള്ള എക്സാം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. സ്പീഡ് റൈറ്റിംഗ് അല്ലേ? സ്പീഡ് റൈറ്റിംഗ്. എന്റെ അമ്മ, ഇതില് വൃത്തി നോക്കും, സ്പീഡായിട്ട് എഴുതും വേണം, കുത്തും പാടില്ല. ഇത് നിങ്ങൾക്ക് 5 മിനിറ്റ് ആണ് സമയം. പറഞ്ഞ പോലെ തന്നെ കുത്തും കോമയും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെ എല്ലാം അതുപോലുള്ള പോലെ തന്നെ ആയിരിക്കണം, അതിലുള്ള പോലെ തന്നെ വേണം. ഇതിലാണെങ്കിൽ കഴിഞ്ഞ തവണ അല്ല, ഇയാണ് കണക്ക കിട്ടിയത്. ഓക്കെ, 5 മിനിറ്റ് ആണ് സമയമുള്ളത്. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. എന്താ കഥ? ഇത് മറ്റേ പഴയ കഥ. എങ്ങോട്ട് നോക്കാനുള്ള സമയമില്ല ഗൈസ്. എല്ലാം സൂക്ഷിച്ച് എഴുതണം, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് മൈനസ് ആവും. ഈ ടേബിൾ അളകുന്നുണ്ട് കേട്ടോ. ടേബിൾ അളകുന്നുണ്ട്, മര്യാദയ്ക്ക് എഴുതാൻ പറ്റുന്നില്ല. പഴയ സ്കൂളിലാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, ടേബിൾ അളകുന്ന നോക്ക്. ഇപ്പൊ സമയത്ത് 3.5 മിനിറ്റ് കൂടെ ബാക്കി. 2 മിനിറ്റും 45 സെക്കൻഡും ബാക്കി. ഒരു മിനിറ്റ് 30 സെക്കൻഡും ബാക്കി. 1.5 മിനിറ്റ് കൂടെ. 25 സെക്കൻഡ് കൂടെ ബാക്കി. ഇത് കിട്ടുന്നെങ്കിൽ തോന്നില്ല ഗൈസ്. കയ്യും വേദനയാവുന്നു. 18, 17, 5, 4, 3, 2, 1 കഴിഞ്ഞു. ഒരുപാട് എഴുതാൻ പറ്റിയില്ല.
മാർക്കില്ല. ഞാൻ ലാസ്റ്റത്തെ 2 പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നല്ല വേദന ഉണ്ട് കേട്ടോ. ഈ പെന്ന് ഭയങ്കര തടിയുള്ളതുകൊണ്ട് കൈ നല്ല വേദന ഉണ്ട്. നല്ല ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇളകുന്നുണ്ട്. സ്കൂളിൽ ശരിയില്ല. സ്കൂളിലെ സാധനങ്ങൾ ആദ്യം മാറ്റണം, എന്നാലേ മരിക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ വരെ എഴുതി. ഞാനിതവിടെ ഇവിടെ വരെ എഴുതി. ഓടോ അവിടെ വരെ എഴുതി. ഇവിടെ വരെ എഴുതിയത് ഡിസ്റ്റർബ് ഇങ്ങനെ എഴുതി. ഞാനത് ഈ നോട്ടിന്റെ യു വരെ എഴുതി. ഇതുവരെയാണ് ഞാൻ എഴുതിയത്. ഏകദേശം എല്ലാവരും ഒരേ സ്ഥലത്താണ് എഴുതിയെത്തിയത്. ഇനി ബാക്കി എത്ര കുത്തും കോമയും മിസ്സായിണ്ടെന്ന് ഏത് വരെ എഴുതി നോക്കാനുള്ള നമുക്ക് നോക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എല്ലാം നോക്കണം. ഫസ്റ്റ് ടൈറ്റില് പി ക്യാപിറ്റല്, കറക്റ്റ് പി ക്യാപിറ്റല്, തുടങ്ങിയത് O ക്യാപിറ്റല്, പിന്നെ അതിന് ശേഷം ഫുൾ സ്റ്റോപ്പ്, ഇതെവിടെ കോമ. Once upon a time a woodcutter, once upon a time a woodcutter, comma വന്നിട്ടുണ്ട്. A woodcutter found big lump of wood, comma, good for making a table, but when cut it, but we can cut it, comma. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഈ ഹെഡ് എന്ന് എഴുതിയ ഒരു മിസ്റ്റേക്ക്, അതിനൊരു മിസ്റ്റേക്ക് ആയി. ക്രൈ ക്യാപിറ്റൽ here in front of the cobbler and said ഇവിടെ ഒരു കോമ മിസ്സിംഗ് ആണല്ലോ. എവിടെ സെഡ് കഴിഞ്ഞിട്ട് ഒരു കോമ മിസ്സിംഗ്. സെഡ് കഴിഞ്ഞിട്ട് പോയി പോയി പോയി. അത് കറക്റ്റ്. ബാക്കി ഇവിടെ പിന്നെ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ സ്പെല്ലിംഗ്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 2 C ഉണ്ട്, ഒരു C വന്നിട്ടുള്ളൂ. ഓക്കെ, വെരി നോട്ടി ബോയ്, ഹി ഓൾവേസ്. ഇവിടെ വരെ എഴുതിയിട്ടുള്ളൂ. ഇവിടെ വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ടോട്ടൽ 3 മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. ഇതുവരെ എഴുതിയ ശരിയാണെന്നാണ് എന്റെ ഒരു ഇത്. അത് ഞാനും തന്നെയാണ് വിചാരിച്ചിരുന്നത്. Once upon a time, comma, once upon a time, comma, a woodcutter found it. Immediately full stop. You have a nice puppet here. I will make it nicer by giving it a knife. I will make it. 2 കൊടുത്തുണ്ട്, ഓമിയും കൊടുത്തുണ്ട്, കുത്തും കൊടുത്തുണ്ട്. Name the boy. He named the boy ഇല്ല, മിസ്സിംഗ് ആണ്. ബോയ് എഴുതാൻ മറന്നുപോയി ഗൈസ്. ഓൾവേസ് ഇങ്ങനെ ഓൾവേസ് ലാസ്റ്റത്തേലേക്ക് എഴുതിയതാണ്. ലാസ്റ്റത്തേക്ക് ഓൾവേസ് ഡിസ്റ്റർബ് എഴുതി. ഈ ഓൾവേസ് ആക്ച്വലി വെട്ടിട്ട പോലെ ഉള്ളത്. വെട്ടിട്ടല്ല ഞാനിത് സ്പീഡിൽ എഴുതിയപ്പോ അങ്ങനെ ഒരു വര വന്നു പോയി. ലാസ്റ്റ് നോക്കാം സാർ. വര വന്നു പോയി, പക്ഷെ അത് വര വരാൻ പാടില്ല. എന്നാലും ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് കൂട്ടി ഞാനത്. ഡിസ്റ്റർബ് കംപ്ലീറ്റ് ആയില്ല. കംപ്ലീറ്റ് ആയില്ല. അപ്പൊ ഇവിടെ വരാണ് എഴുതിയല്ലേ. ഓക്കെ, ഒരു ചെറിയ മിസ്റ്റേക്ക്. സ്വാമി ഇവിടെ വരാണ് എഴുതിയത്. ശ്രീ ഞാൻ ഇവിടെ വരെ എഴുതി. ഇവിടെ വരെ എഴുതി. ഓൾവേസ് വരാണ് എഴുതി. ശ്രീ നോട്ടിന്റെ പകുതി. ഇവിടെ ഡിസ്റ്റർബിന്റെ അവിടെ വരെ അല്ലേ. ഞാൻ ഇവിടെ വരെ. അത്ര ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഞാനൊന്നും തെറ്റിക്കാതെ എഴുതിയെന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ. വിശ്വാസങ്ങൾ അങ്ങനെയായിരുന്നു. അതെ, അത് ഇനിയിപ്പോ നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇതുവരെ വളരെ ശരിയാണ്. ഫാദറിന്റെ TH ശരിയല്ല ഗൈസ്. ഈ ഫാദർ എഴുതിയത് ഫാദറിന് അത്ര വ്യക്തമാവുന്നില്ല. അതുകൊണ്ട് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കൂട്ടക്ഷരത്തിൽ എഴുതിയോണ്ടാന്ന് തോന്നുന്നത്. അത് സ്പീഡിൽ എഴുതിയതാണ്. ഞാൻ എഴുതുമ്പോ അങ്ങനെ സ്പീഡിലായി പോകും. പക്ഷെ ഈ 6 ഇതൊന്നും അത്ര മനസ്സിലാവുന്നില്ല തീരെ. അപ്പൊ ഇതിനൊരു ചെറിയ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കൂട്ടുന്നുണ്ട്. എനിക്ക് ഒരൊറ്റ വലിയ തെറ്റു, ഒരു അതായത് ഈ ടോട്ടൽ പറഞ്ഞ 1.5 മാർക്കിന്റെ തെറ്റ്. പക്ഷേ കൂടുതൽ ഫസ്റ്റ് ശ്രീന്റെ മാർക്ക്. അപ്പൊ ശ്രീ ഇവിടെ വരാണ് എഴുതിയത്. ഇവിടെ വരാണ് എഴുതിയത്. അപ്പൊ ഇത്ര എഴുതിയാലാണ് 25 മാർക്ക് കിട്ടുക. അപ്പൊ ഇത്ര വിട്ടതുകൊണ്ട് തന്നെ എഴുതിയതിന് 23 മാർക്ക്, അതായത് 2 മാർക്ക് മിസ്സായി. പിന്നെ 3 മിസ്റ്റേക്സ് വന്നു. അപ്പൊ ആ 3 മിസ്റ്റേക്സിന് ഓരോ പോയിന്റ് വീതം മൈനസ് ചെയ്യുന്ന സമയത്ത് 3 മാർക്ക് കുറയും. അപ്പൊ ടോട്ടല് 20 മാർക്ക്. ഇപ്പൊ സ്പീഡ് റൈറ്റിംഗിന് ശ്രീക്ക് 20 മാർക്ക്. മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ 23 മാർക്ക് കിട്ടണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും മാർക്കൊക്കെ തരൂ. ഞാൻ എഴുതിയത് ഇവിടെ വരെ. ഡിസ്റ്റർബിന്റെ ഡിസ്റ്റർബ് ഇവിടെ വരാണ് എഴുതിയത്. 5 എഴുതിയത് ഇവിടെ വരെ. ശ്രീ എഴുതിയ ഇവിടെ വരെ. ശ്രീക്ക് എഴുതിയതിന് 23 മാർക്ക് കിട്ടി. ഈയും ശ്രീയും തമ്മിൽ ഇത് അത്ര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ 1.5 മാർക്ക് കുറയും.
ഓക്കെ അപ്പൊ നിനക്ക് എഴുതിയതിന് 21.5 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ. അതില് ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്, ഒരു ചെറിയ അതിലൊരു വലിയ മിസ്റ്റേക്ക്, ഒരു ചെറിയ മിസ്റ്റേക്ക്. വലിയ മിസ്റ്റേക്കിന് 1 മാർക്ക്, ചെറിയ മിസ്റ്റേക്കിന് 1/2 മാർക്കും കുറയും. ടോട്ടല് എനക്ക് 20 പോയിന്റ്. 20 പോയിന്റ്. 20 പോയിന്റ് ഓക്കെ. മാർക്ക് 20 മാർക്ക് ഓക്കെയാണ്. ഓക്കെ, ഇനി അടുത്ത ഇന്റതാണ്. ഇന്റത് ഒരു ചെറിയ മിസ്റ്റേക്കും ഉണ്ട്. പിന്നെ ശ്രീയും ഞാനും തമ്മില് ഒരു ഒറ്റ വേർഡിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിലൊരു 1/2 മാർക്ക് കുറയും. അപ്പൊ എഴുതിയതിന് നിനക്ക് 22.5 മാർക്ക്. പിന്നെ പിന്നെ തെറ്റാ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ഇത് എഴുതിയത് മനസ്സിലാവാത്തോണ്ട് ഒരു 1/2 മാർക്ക് കുറയും. അപ്പൊ ടോട്ടല് 22 മാർക്ക്. പഠിപ്പിനെ വെട്ടിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. മാക്സിമം ട്രൈ ചെയ്ത്. ഇനി നമുക്ക് ടോട്ടൽ മാർക്ക് കൂട്ടാം. എനിക്ക് ഫസ്റ്റത്തേല് 7 മാർക്കായിരുന്നു. രണ്ടാമത്തെ എക്സാമില് എനിക്ക് 22.5 മാർക്കായിരുന്നു. അപ്പൊ ടോട്ടല് പിന്നെ ഡ്രോയിങ് എക്സാമിന് എനിക്ക് 21 മാർക്കായിരുന്നു. പിന്നെ ഈ ഒരു റൈറ്റിങ്ങിന് 20 മാർക്കും. എനിക്ക് ആദ്യം മറ്റേ മലയാളം മെമ്മറിയിൽ എനിക്ക് 12 മാർക്കാണ്. പിന്നെ മറ്റേ എന്താ പറയുക സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാന്നുള്ളതിൽ എനിക്ക് 17 മാർക്ക്. പിന്നെ ഡ്രോയിങ്ങിൽ 22 മാർക്ക്. പിന്നെ ലാസ്റ്റത്തെ നമ്മുടെ സ്പീഡ് റൈറ്റിങ്ങിന് 20 മാർക്കുമാണ്. അപ്പൊ ടോട്ടൽ വെച്ച് നോക്കുമ്പോൾ 50 20 71 മാർക്കാണ് കഴിച്ചിരിക്കുന്നത്. എല്ലാരും ഭയങ്കര ക്ലോസ് ആണ് ഗൈസ്. എനിക്ക് ഫസ്റ്റ് റൗണ്ടിൽ 14 മാർക്ക്, സെക്കൻഡ് റൗണ്ടിൽ 20 മാർക്ക്, തേർഡ് റൗണ്ടിൽ 18 മാർക്ക്, ലാസ്റ്റ് റൗണ്ടിൽ 22, ടോട്ടൽ 74 മാർക്കാട്ടോ കിട്ടി. 70 മാർക്ക് 71. എല്ലാരും ഭയങ്കര ക്ലോസ് ആണ്. സാർ എനിക്കൊരു വെരി ഗുഡ് ഇട്ടരണം. ആ ഗുഡ് മതി, ഞങ്ങൾക്ക് ഗുഡ് മതി. ടോപ്പർക്കുള്ള ട്രോഫി നമുക്ക് കൈമാറാം. ടോപ്പറിന്റെ കയ്യിൽ നിന്ന് എടുത്ത ട്രോഫി തന്നെയാണ്. നേരെ അങ്ങോട്ട് കൊടുത്തോ. എന്തൊക്കെ കളി കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ സ്കൂളിലൊന്നും ഇത്ര ടോപ്പറാവാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം ആനുവൽ എക്സാമും ഓണപരീക്ഷ ഒക്കെ ഞാൻ തന്നെ എടുത്ത്. അടുത്ത എക്സാം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നോക്കാം ആരാണ് ആ ട്രോഫി തിരിച്ചു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ആനുവൽ എക്സാമിനെക്കാളും ടഫ് ആയിരുന്നു ഓണത്തിന്റെ. അപ്പൊ ക്രിസ്മസിന്റെ ഇതിലും ടഫ് ആവാനാണ് ചാൻസ് അല്ലേ? ശരിയാ. പാടില്ല. ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി വരരുത്. പക്ഷേ സ്റ്റുഡൻസിനൊക്കെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അതെ, ചെറിയ ഡിഫറൻസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ എക്സാം ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇപ്പൊ എക്സാം ആണ്. എക്സാം ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്ത ഓൾ ദ ബെസ്റ്റ്. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.